വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ട് അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ല ഇത്. ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക. അപ്പോൾ ശരിക്കും അവർ ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്? അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകളെ, ആരോപണ വിധേയരായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തി. കൊള്ളാം, നല്ല തമാശയാണത്. പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത്? CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്, അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത്. BJPയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ്, പോക്സോ കേസിൽ പ്രതിയാണ്. എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കാൻ, ക്ലാസ് എടുക്കാൻ വേണ്ടി വരില്ല BJP നേതാക്കന്മാർ. പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയില്ല. എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ? അവരെത്ര പേര് രാജിവെച്ചു? ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനം.